മലപ്പുറം മഞ്ചേരി മുള്ളമ്പാറയിൽ വീടിനകത്ത് കാട്ടുപന്നിയുടെ പരാക്രമം. പിഞ്ചുകുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മുള്ളമ്പാറ കടത്തിപ്പറമ്പ് അലവിയുടെ വീട്ടിനകത്താണ് കാട്ടുപന്നി കയറിയത്. കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങൾ നൽകാനായി ചേരുകയാണ്. ജംഷീർ, ഇപ്പോൾ വീട്ടിനകത്ത് കാട്ടുപന്നി കയറി വലിയ പരാക്രമം കാണിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? ജിൽസി, ഒരു കുഞ്ഞ് അത്ഭുതകരമായാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ രക്ഷപ്പെട്ടത്. ഇന്നലെ രാവിലെയോടെയാണ് സംഭവം ഉണ്ടാകുന്നത്. മഞ്ചേരി തടത്തിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. റൂട്ടിലൂടെ പോവുകയായിരുന്ന കാട്ടുപന്നി അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് കയറുകയായിരുന്നു. വീട്ടുകാർ ആ സമയത്ത് അടുക്കള ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മുറിയിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാട്ടുപന്നി കയറിയ മുറിയിൽ ഒരു കുഞ്ഞാണ് ഉണ്ടായിരുന്നത്. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞ്, അതായത് ഈ വീട്ടിലെ പേരക്കുട്ടിയായിട്ടുള്ള ഒരു 2.5 വയസ്സുകാരിയായിട്ടുള്ള മകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ മകൾ കണ്ട ഉടൻ മകൾ ഉണ്ടായിരുന്ന റൂമിലേക്കാണ് ഈ കാട്ടുപന്നി ഇരച്ചു കയറിയത്. ഉടൻ തന്നെ പിതാവിന്റെ അമ്മാവൻ ഈ കുഞ്ഞിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും പിന്നീട് വാതിൽ കുറ്റിയിടുകയുമായിരുന്നു. പിന്നെ വീട്ടുകാർ നഗരസഭാ കൗൺസിലറെയും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരെയും നഗരസഭാ അധികൃതരെയൊക്കെ വിവരമറിയിച്ചു. നാട്ടുകാരെല്ലാവരും കൂടി പിന്നീട് ഷൂട്ടറെ എത്തിച്ചുകൊണ്ട് ജനൽപ്പാളി തുറന്നാണ് അതിനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അതേസമയം തന്നെ ഈ ജനൽപ്പാളി തുറന്നതോടുകൂടി തന്നെ വലിയ പരാക്രമമായിരുന്നു ഈ കാട്ടുപന്നി റൂമിൽ കാണിച്ചത്. അത്ഭുതകരമായാണ് ആ കുഞ്ഞ് രക്ഷപ്പെട്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ കുഞ്ഞിന് കുത്തേൽക്കേണ്ടതായിരുന്നു. പക്ഷേ അവസരോചിതമായി കുഞ്ഞിന്റെ പിതാവിന്റെ അമ്മാവിന്റെ ഇടപെടൽ മൂലമാണ് ആ കുഞ്ഞിനെ അവിടെ റൂമിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും പിന്നീട് റൂം സംയോജിതമായി ഇടപെട്ട വാതിൽ അടച്ചുകൊണ്ട് നാട്ടുകാരെയും അതോടൊപ്പം തന്നെ നഗരസഭാ അധികൃതരെയും വിവരം അറിയിക്കുകയുമായിരുന്നു. പിന്നീട് ആളുകളും അതോടൊപ്പം തന്നെ ഷൂട്ടർമാരും എത്തി പന്നിയെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ജിൽസ്, ജംഷീറി, ഈ പ്രദേശത്ത് കാട്ടുപന്നി ശല്യം അത് രൂക്ഷമായ ഒരു ഏരിയ ആണോ? ജിൽസി, പ്രദേശത്ത് വീട്ടിലേക്ക് ഇതുവരെ പന്നി വരുന്നത് ആദ്യമായാണ്. അതേസമയം തന്നെ ഇവിടെ കൃഷി ഇടങ്ങളിലൊക്കെ തന്നെ കാട്ടുപന്നി ഉണ്ടാകാറുണ്ട്. കൃഷിയുള്ള മേഖലയാണ്, തോട്ടം മേഖലയാണ്. ഈ ഭാഗത്തൊക്കെ തന്നെ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായി ഉണ്ടാകാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം തന്നെ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്നത് ഇത് ആദ്യ സംഭവമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. സാധാരണ കൃഷിയിടങ്ങളിൽ കൃഷി നശിപ്പിക്കുകയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാട്ടുപന്നിയെ കൊണ്ട് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത് വീടിനകത്തേക്ക്, അതും ബെഡ്റൂമിനകത്തേക്ക് ഈ കാട്ടുപന്നി കയറി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ആ കുഞ്ഞ് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ അലവിയുടെ മകൻ ഫവാസിന്റെ 2.5 വയസ്സുള്ള മകളാണ് രക്ഷപ്പെട്ടത്. ആ കുട്ടി കട്ടിലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാട്ടുപന്നി അകത്തേക്ക് കയറിയത്. ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഫവാസ് അമ്മാവൻ ഓടി വരുന്നത്. ഈ സമയം ഈ കുട്ടിയും കാട്ടുപന്നിയും ആ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ഈ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്ത് റൂമിന്റെ കഥ കടച്ച് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഈ സമയം ഈ കാട്ടുപന്നി കട്ടിലിന്റെ മുകളിലേക്ക് കയറുകയും പിന്നീട് അവിടെ പരാക്രമം നടത്തുകയുമായിരുന്നു. ഈ കുഞ്ഞും ഈ കുഞ്ഞിന്റെ പിതാവിന്റെ അമ്മാവനൊക്കെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് പിന്നീട് ഷൂട്ടർമാർ എത്തിയതിനു ശേഷം ഈ ജനൽ തുറന്നപ്പോൾ തന്നെ ആ ജനൽ കമ്പിക്ക് വന്ന് അടിക്കുകയും അതിന്റെ രക്തം അവിടെ വരുന്നൊക്കെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഏതായാലും വലിയ ഒരു ദുരന്തത്തിന് കാരണമായേക്കാവുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അപ്രതീക്ഷിതമായാണ് ജംഷീർ, അതായത് സംയോജിതമായ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെന്ന് മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ ആ മുറിയുടെ വാതിൽ അടച്ചത് കൊണ്ടുകൂടിയാണ് കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് പരിക്കേൽക്കാതെയൊക്കെ മറ്റ് അംഗങ്ങൾ കൂടി അവിടെ നിന്ന് രക്ഷപ്പെട്ടതും. തീർച്ചയായിട്ടും അവസരോചിതമായ ഇടപെടൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ വലിയൊരു ദുരന്തത്തിൽ, കാരണം ആ വീട്ടിൽ നിറയെ ആളുകളുള്ളതാണ്. ആ കുട്ടിയുടെ പിതാവിന്റെ ഉപ്പയുടെ അമ്മാവൻ വളരെ അവസരോചിതമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു രക്ഷപ്പെടൽ ആ കുഞ്ഞിനുണ്ടായത്. അല്ലെങ്കിൽ ആ കുഞ്ഞിനെയും അതോടൊപ്പം തന്നെ വീട്ടിലുള്ളവരെയൊക്കെ ആക്രമിക്കാമായിരുന്നു. നമ്മളെ ഏറ്റവും സുരക്ഷിതം എന്ന് പറയുന്ന ഇടമാണ് വീട്. പ്രത്യേകിച്ച് വീടിന്റെ ബെഡ്റൂം എന്ന് പറയുന്ന ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് ഇങ്ങനെ കാട്ടുപന്നി ഇടിച്ചു കയറി വന്ന് ആക്രമിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ആ വീട്ടുകാർ കരുതിയില്ലെന്നാണ് അവർ പറയുന്നത്. ഏതായാലും അവസരോചിതമായ ഇടപെടൽ എന്ന് പറയുന്നത് ആ കൃത്യമായ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയും ഒന്നും പാനിക്കാകാതെ അപ്പോൾ തന്നെ ആ വാതിൽ അടയ്ക്കുകയും ചെയ്തതാണ് ആ കുഞ്ഞിന്റെയും ജീവൻ രക്ഷിച്ചത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ ജീവഹാനി സംഭവിക്കും. കാരണം ആ രീതിയിലുള്ള ആക്രമണമാണ് കാട്ടുപന്നിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുള്ളത്. അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ആണ് ആ കുഞ്ഞും അതോടൊപ്പം തന്നെ ആ കുടുംബവും രക്ഷപ്പെട്ടിട്ടുള്ളത്. ജിൽസി.
ശരി, ജംഷീർ കുടുങ്ങിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അവസരോചിതമായ ചില ഇടപെടൽ മാത്രമാണ് കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത് തന്നെ. വീട്ടുകാർക്ക് ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതും അതിനെ മുറിയിൽ പൂട്ടിയിട്ടത് കൊണ്ടാണ് പിന്നീട് വിദഗ്ധ സംഘമൊക്കെ എത്തി അതിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നുള്ള റിപ്പോർട്ടുകളുടെ വിശദാംശങ്ങളാണ് ജംഷീർ നൽകിയത്.